കരഞ്ഞു ബിലാൽ. അങ്ങനെ മദീനയിൽ മുത്തുനബിയുടെ ഓർമ്മയുമായി കണ്ണുനീരിലായി കഴിഞ്ഞുകൂടുന്ന ബിലാലിനോട് മഹാനായ ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും ഒന്ന് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. മുത്തുനബിയുടെ പേരക്കിടാങ്ങൾ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ എന്താ കാരണം പറഞ്ഞത്? അങ്ങയുടെ ബാങ്കുലി കേട്ട് നബിയുള്ള ആ കാലഘട്ടം ഒന്ന് ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ ബിലാലെ, അങ്ങൊന്ന് ബാങ്ക് കൊടുക്കൂ. മുത്തുനബിയുടെ പേരക്കിടാങ്ങളുടെ ആവശ്യം പരിഗണിച്ച് മഹാനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. മുഅ്മിനീങ്ങളെ, ബാങ്കിനിടയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് മുഴുവിക്കാൻ കഴിയാതെ ബോധം കെട്ട് വീണു ആശിഖുർ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇതാണ് ഇഷ്ക് എന്നൊക്കെ പറയുന്നത്. ഇതെന്തൊരു മനോഹരമായ ഇഷ്കാണ്. ഈ ഇഷ്ക് ഉണ്ടെങ്കിലേ ദീനിനോട് നമുക്ക് കൂറുണ്ടാവും, ദീനിനോട് നമുക്ക് ഒരു എന്താ പറയുക, അതൊരു മധുരിമയായി നമുക്ക് തോന്നുകയുള്ളൂ. അള്ളാഹു നമുക്കത് നൽകുമാറാവട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു ഇങ്ങനെ കരയാൻ കാരണം ചേർത്തു പിടിച്ചു അവഗണിക്കുന്ന ഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ തൊലിയൊന്ന് കറുത്തുപോയി എന്നതിന്റെ പേരിൽ ഉമയ്യത്ത് എന്ന് പറയുന്ന കിങ്കരൻ മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ചകത്ത് പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ടതാ കാലിൽ കയറിട്ടുകൊണ്ട് വലിച്ചില്ലേ. ബിലാലെ, ഈ ആദർശത്തിൽ നിന്ന് പിന്തിരിയൂ ബിലാലെ, പിന്തിരിയൂ ബിലാലെ എന്ന് പറഞ്ഞ് പ്രഹരിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാലിന്റെ ചുണ്ടിൽ നിന്ന് നിറുകളിച്ചത് നൂറ് മുഹമ്മദിലൂടെ സ്വായത്തമാക്കിയ ഈമാനാണ്. അല്ലാഹു അഹദ് 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 എന്ന മനോഹരമായ ഇസ്ലാമിന്റെ സുന്ദരമായ വചനങ്ങൾ അവിടുത്തെ നാക്കിൽ നിന്നും നിറുകളിക്കുകയാണ്. ബിലാൽ തങ്ങളെ തകർക്കാൻ കഴിഞ്ഞില്ല. ഈ വേദന കണ്ടപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബറിനെ മുത്തുനബി വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ബിലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചത് കാരണത്താൽ വല്ലാതെ വേദന അനുഭവിക്കുകയാണ്. ഓ അബൂബക്കറെ, അങ്ങ് എത്ര വില കൊടുത്തും എന്റെ ബിലാലിനെ ഒന്ന് മോചിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ബിലാലിന്റെ അരികിലേക്ക് പോയി മഹാനായ സിദ്ദീഖുൽ അക്ബർ വലിയ തുക വാങ്ങിക്കൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ബിലാലിന് ഇത്രമേൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. സമൂഹം അവഗണിച്ചപ്പോൾ മഹാനായ ബിലാൽ തങ്ങളെ ചേർത്തു പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രമുഖനായ സഹാബി, ചെവി തുറന്ന് കേൾക്കണം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ, ഒരു തൊലി കറുത്തവനായി പോയി എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളില്ലാതെയായി പോയി എന്നതിന്റെ പേരിൽ നമ്മുടെ നാടുകളിൽ മനുഷ്യനെ അടിച്ചു കൊല്ലപ്പെടുമ്പോൾ, ദളിതനായി എന്നതിന്റെ പേരിൽ അടിച്ചു കൊല്ലപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വർണ്ണ വിവേചനത്തിന്റെ പേരിൽ വലിയ കൊലപാതകങ്ങൾ നടക്കപ്പെടുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മദീന നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായ ഈക്വാലിറ്റിയുടെ മനോഹരമായ സമത്വത്തിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ദേഷ്യം പിടിച്ചുകൊണ്ട് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അബദ്ധത്തിൽ വിളിച്ചു പറഞ്ഞു, യബ്ന സൗദാ, യബ്ന സൗദാ, കറുപ്പി പെണ്ണിന്റെ മകനെ. ഈ വിളി കേട്ടപ്പോൾ ബിലാലിന്റെ മനസ്സ് വേദനിക്കുകയാണ്, നൊമ്പരം കൊള്ളുകയാണ്, കണ്ണുനീര് പൊഴിച്ചിട്ട് പോയി ഇലാ ഹളറത്തി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചു ബിലാൽ തങ്ങളെ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അവയ്യറുതുഹു ബി ഉമ്മിഹി, നീ ബിലാലിന്റെ ഉമ്മയെ പറഞ്ഞ് വംശത്തെ പറഞ്ഞ് നീ അപമാനിക്കുകയാണോ?
ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ, ജാഹിലിയ്യ സ്വഭാവമുള്ള ആളാണല്ലോ അബൂദറേ നീ എന്ന് പറഞ്ഞപ്പോ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് കാൽക്കീയിൽ വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂദർ റളിയല്ലാഹു അൻഹു ഫതറഅ അബൂദർ റഅസഹു ഫീ ത്വരീഖി ബിലാൽ. ബിലാൽ തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ തന്റെ പരിശുദ്ധമായ മുഖം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുഖം വെച്ചിട്ട് പറഞ്ഞു, വല്ലാഹി യാ ബിലാൽ, ഓ ബിലാലേ, ഇതെന്റെ കവിൾത്തടമാണ്. ഇതാ ഈ മണ്ണിൽ എന്റെ കവിൾത്തടം ഞാൻ വെച്ചിരിക്കുന്നു. നിന്റെ കാൽപാദങ്ങളെ കൊണ്ട് നീ എന്റെ ഈ കവിൾത്തടത്തിൽ ഒന്ന് ചവിട്ടുന്നത് വരെ ഈ ഭൂമിയിൽ നിന്നും ഞാൻ എന്റെ കവിൾത്തടം ഒരിക്കലും തന്നെ ഉയർത്തില്ല എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളോട് പറയുകയാണ്. ഈ ഒരു സാമൂഹികമായ പരിഷ്കരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതാണെങ്കിൽ ഇന്നും നമ്മുടെ സമൂഹം പൊറുതിമുട്ടുകയല്ലേ ഇതിന്റെ പേരിൽ? ആലോചിച്ച് നോക്കൂ. ഇന്നും നമ്മുടെ സമൂഹം വലിയ വേദന അനുഭവിക്കുകയല്ലേ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നേതാവ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തില്ലേ? മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, നോക്കൂ നിങ്ങൾ, അബൂബക്കറിൻ സയ്യിദുനാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഞങ്ങളുടെ നേതാവാണ്. വഅതക സയ്യിദനാ യഗ്നി ബിലാൽ, ഞങ്ങളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ഞങ്ങളുടെ നേതാവായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത് എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ നാവുകൊണ്ട് പറയുന്ന രൂപത്തിൽ സാമൂഹികമായ പരിഷ്കരണം സമൂഹത്തിൽ വരുത്തിയില്ലേ? സമൂലമായ മാറ്റം വരുത്തിയില്ലേ? മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ ഒരുമയുടെ സ്നേഹത്തിന്റെ ഗീതങ്ങൾ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന് സമ്മാനിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമാണോ എന്റെ പ്രിയപ്പെട്ടവരെ? ബഹുമാനപ്പെട്ട തുഅമത്ത് ബിൻ ഉബൈരിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട തുഅമത്ത് ബിൻ ഉബൈരിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതു മുസ്ലിമാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു യുദ്ധത്തിനുള്ള ഒരു പടയെങ്കി മോഷ്ടിക്കുകയാണ്. അതൊരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയാണ്. അന്വേഷണം നേരിട്ടപ്പോൾ ഞാനല്ല അതിന്റെ ആള്, അത് ജൂതനാണെന്ന് പറഞ്ഞു. കോടതിയിൽ ജഡ്ജായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹചര്യ തെളിവുകൾ നിരത്തിക്കൊണ്ട് ജൂതനെതിരെ വിധി പ്രസ്താവം നടത്തുകയാണ്. തെളിവ് അങ്ങനെയാണ്. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്. മുത്തനബി ലോകത്തിന് പഠിപ്പിച്ച നീതിയുടെ പാഠം നോക്കൂ നിങ്ങൾ. ഖുർആനിന്റെ സൗന്ദര്യം നമ്മൾ പഠിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ. ചില ആളുകൾക്ക് പേര് മാറി അല്ലെങ്കിൽ പഴയ പേരിൽ തന്നെ നിന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെയുള്ള ചില മാധ്യമങ്ങൾക്ക് അതിന്റെ ഒന്നും നിലവാരമില്ല എന്ന് പറയുന്നവരെ എവിടുന്നോ അച്ചാരം വാങ്ങി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു അവരുടെ ശർറിൽ നിന്നൊക്കെ നമ്മളെ കാക്കുമാറാവട്ടെ. പൂമ്പാറ്റയുടെയും ഡിങ്കന്റെയും മായാവിയുടെ ഒക്കെ കഥ പറയുന്ന നമ്മുടെ കുട്ടികൾ രസിച്ച് ത്രസിച്ച് വായിച്ച് തള്ളുന്ന മാധ്യമങ്ങളുടെ നിലവാരം പോലും ഖുർആനില്ല എന്ന് പറയുന്നവർ ചെവി തുറന്ന് കേൾക്കണം. 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ടവന്റെ അവകാശം ധ്വംസിച്ച് അനീതിയോടുകൂടെ ഒരു വിധി പ്രസ്താവം നടത്തിയപ്പോൾ ഖുർആൻ ഇടപെട്ടു. ആ വിഷയത്തിൽ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി ലിയഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്.
അള്ളാഹു കാണിച്ചു തന്ന നീതിയുടെ പാഠങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ലോകത്ത് അവതരിപ്പിച്ചത് നബിയെ. അങ്ങക്കിത് നൽകിയത് അതിനു വേണ്ടിയാണ്. വഞ്ചകർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ വാദിക്കുന്നവരാകരുത് നബിയെ എന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ആയത്തിറങ്ങുന്നത്. ഖുർആനിന്റെ മധുരിമ, മദീന ലോകത്തിന് സമ്മാനിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ലോകത്തിന് സമ്മാനിച്ച മനോഹരമായ സന്ദേശങ്ങളാണ് ഇതൊക്കെ. ഈ നിങ്ങൾ ആലോചിച്ചു ഒരിക്കൽ മഹാനായ മഹാനവറുകൾ ഈജിപ്തിലെ ഭരണാധികാരിയാണ്. അവിടുത്തെ ഗവർണറാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു. അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ മകൻ ക്രൈസ്തവനായ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് കുതിരപ്പന്തയം വെക്കുകയാണ്. കുതിരപ്പന്തയം വെച്ചപ്പോൾ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ മകൻ പരാജയപ്പെട്ടു. അവിടുത്തെ ഖലീഫയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയാണ്, അവിടുത്തെ അമീറാണ്. പക്ഷെ അമീറിന്റെ മകൻ അകാരണമായി പരാജയപ്പെട്ടു എന്നൊരു കാരണത്താൽ ആരടിച്ചു? ഈ ക്രൈസ്തവ വിശ്വാസിയായ സഹോദരനെ അന്യായമായി അടിച്ചു. ഈജിപ്തിന്റെ ഗവർണറുടെ മകൻ കാണിച്ച ഒരു നെറികേട്. പരാതിയുമായി പോയി ഉമർ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ ഉമർ ഫാറൂഖ് തങ്ങളുടെ സവിധത്തിൽ ഈ വിഷയമെത്തി. മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ നീതിമാനായ ഭരണാധികാരി എന്ന് ചരിത്രം നീട്ടി വിളിച്ച മഹാനാണല്ലോ. ആസിനെയും വിളിച്ചു, മകനെയും വിളിച്ചു, ഈ അടി കിട്ടിയ ക്രൈസ്തവ സഹോദരനെയും വിളിച്ചിട്ട് മഹാനായ ആസിന്റെ മകനെ തിരിച്ചടിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൽപ്പിക്കുകയാണ്, ഗവർണറുടെ മകനെ, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഉമറുൽ ഫാറൂഖിന്റെ സവിധത്തിൽ വെച്ചടിക്കുകയാണ്. എന്നിട്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, മത്തസ്തഅബതുമുന്നാസ് വലത്തുഹും ഉമ്മഹാത്തുഹും മഹ്റാറാ. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് എല്ലാ ഗൗരവവും എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് മനുഷ്യരെ അടിമകളാക്കി തീർത്തത്? വലത്തുഹും ഉമ്മഹാത്തുഹും മഹ്റാറാ. അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ അവർക്ക് ജന്മം നൽകിയിട്ടുള്ളത്. ഈ നെറികേടൊരിക്കലും തന്നെ ഞാൻ അനുവദിച്ചു തരികയില്ല എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാണ്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മതേതര രാജ്യം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ചില സംസ്ഥാനങ്ങളിൽ ബുൾഡോസർ രാജ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ വീടുകൾ തകർക്കപ്പെടുന്നു, മദ്രസകൾ തകർക്കപ്പെടുന്നു, മസ്ജിദുകൾ തകർക്കപ്പെടുന്നു. ജീവിതത്തിന്റെ സമ്പാദ്യമായ വീടുകൾ തകർക്കപ്പെടുമ്പോൾ ബുൾഡോസറിന്റെയും അതുപോലെ തന്നെ JCBയുടെയും മുന്നിലേക്ക് ചാടി വീണ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന മനുഷ്യ മക്കളെ നമ്മൾ കാണുന്നത് നമ്മുടെ രാജ്യത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരാണോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ സന്ദേശങ്ങളെ തമസ്കരിക്കാനും ഇതങ്ങ് 6-ാം നൂറ്റാണ്ടിലെ മതമാണ്, 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറൂ എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ പ്രവാചക ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പ്രവാചക അധ്യാപനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഈ മദ്രസയുടെ അങ്കണത്തിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ നിഷ്പക്ഷമായി ഞാൻ പറയുകയാണ്, ഇത് നീതിയുടെ പാഠങ്ങളാണ്, ഇത് നീതിയുടെ പാഠങ്ങളാണ്. ഉമറുൽ ഫാറൂഖ് ആക്കിയത് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സന്ദേശങ്ങളാണ്. മുത്തുനബിയുടെ ചുണ്ടിൽ നിന്നും നിറുകളിച്ച മനോഹരമായ ദീനിന്റെ ഭാരപാഠങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ
ഒരു രാജ്യത്തിന്റെയോ ഒരു നാടിന്റെയോ അധികാര കസേരയിലേക്ക് എങ്ങനെ കയറി നിന്നാലും ഏത് കുറുക്കു വഴികളിലൂടെ നടന്നു പോയാലും എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ കയ്യിലാണോ അധികാരം ലഭ്യമാകുന്നത് അവർക്കങ്ങ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ, അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്, അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. യഅദിലൂ വഅഖറബുൽ തഖ്വാ, നിങ്ങൾ നീതി കാണിക്കണേ, അതാണ് ഭയഭക്തി എന്ന് പറയുന്നത്. അല്ലാഹുവിലേക്ക് തഖ്വയിലേക്ക് അടുത്തത് അതാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യഅമലൂൻ. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എന്റെ പ്രിയപ്പെട്ടവരെ, മദീനയിലും മക്കയിലും ഇസ്ലാമിന് മെജോറിറ്റി ലഭിച്ചപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരോടും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ജൂത സമൂഹത്തോടും അക്രമാസക്തമായ ചില നിലപാടുകൾ വിശ്വാസികളായ സഹാബത്തിൽ ചിലർ പുലർത്തിയപ്പോൾ അല്ലാഹു ഇടപെടുകയാണ്. അനീതി കാണിക്കരുത്, നിങ്ങൾ ഇവിടുത്തെ പ്രബലരായ കക്ഷിയാണ് എന്ന് മനസ്സിലാക്കി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ തകർത്തെറിയരുത്. നിങ്ങൾ നീതി കാണിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് ഇന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഈ ആയത്ത് പ്രസക്തമാണോ? അല്ലേ? നിങ്ങളൊന്ന് പറ. എന്നിട്ടാണോ ഇതിന്റെ ഇങ്ങനെ കഥ പറയുന്ന മായാവിയുടെ കഥ പറയുന്ന നിലപാട് അല്ലെങ്കിൽ അത്രയും നിലപാടില്ലാത്തൊരു ഗ്രന്ഥമാണെന്ന് പറയുന്നത്? നമ്മൾ പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖുർആനിന്റെയും അവിടുത്തെ തിരുവചനങ്ങളുടെയും സന്ദേശം. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കരുണയില്ലായ്മയാണ്, കാരുണ്യമില്ലായ്മയാണ്. അതാണ് ഇന്ന് കാണുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കൊക്കെ നിമിത്തം. കരുണയുള്ളവൻ ആക്രമിക്കും ആരെങ്കിലും, കരുണയും കാരുണ്യമുള്ളവൻ ആരെങ്കിലും അതിക്രമം കാണിക്കുമോ? ആർക്കെങ്കിലും എതിരെ അതിക്രമം കാണിക്കുമോ? അല്ലാഹു റസൂൽ പറയുന്നു, ഭൂമിയിലുള്ള സകലരോടും നിങ്ങൾ കരുണ ചെയ്യണം, എന്നാലേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളോട് കരുണ കാണിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മൾ മൃഗങ്ങളോട് പോലും, ഒരു പട്ടിയെ കാണുമ്പോൾ വെറുതെ കല്ലെടുത്തെറിയാൻ ഒരു വിശ്വാസിക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു പൂച്ചയെ കാണുമ്പോൾ അതിന് കല്ലെടുത്തെറിയുക. ഒരു ചെടി നട്ടാൽ അതിനോടുള്ള കരുണയാണ് അതിന് വെള്ളം നൽകുക. അത് നൽകാതിരിക്കൽ കരുണയില്ലായ്മയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് ആരാധന നിമിത്തയായി കഴിഞ്ഞുകൂടുന്ന ഒരു പെണ്ണ് എന്തോ അബദ്ധവശാൽ അവരുടെ പൂച്ചയെ കെട്ടിയിട്ട് അതിന് ദാഹിച്ചപ്പോൾ വെള്ളം നൽകിയില്ല, വിശന്നപ്പോൾ ഭക്ഷണം നൽകിയില്ല. അവിടെ അല്ലാഹുവിന്റെ ആരാധന മുഴുവൻ തകർത്തെറിഞ്ഞ് ആ പെണ്ണ് നരകത്തിൽ കയറിയെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ദീനിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. വ്യഭിചാരിയായ പെണ്ണ് ഒരു പട്ടിക്ക് വെള്ളം നൽകി അതിന്റെ ദാഹം മാറ്റിയതിന് അല്ലാഹു അവൾക്ക് സ്വർഗ്ഗം നൽകി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരുണയുടെ എല്ലാ വെളിച്ചവും വറ്റിപ്പോയ, എല്ലാ വെളിച്ചവും ഇരുളടഞ്ഞു പോയ ഈ ലോകത്തേക്ക് കരുണയായി വന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. കാരുണ്യവാനായിട്ടല്ലാതെ ഹബീബായ റസൂലുള്ളാഹി ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ പറയുകയാണ്. ഇത് കേവലം നമ്മുടെ അവകാശവാദം മാത്രമല്ല. നോക്കൂ നിങ്ങൾ, യുദ്ധമുഖത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്ത നിലപാടുകൾ എത്ര പ്രസക്തമാണ്. നേരത്തെ നമ്മൾ ഒസ്സയെ കുറിച്ച് പറഞ്ഞില്ലേ? എന്നാൽ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒസ്സയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വേദനാജനകമായ അക്രമങ്ങളോ അനീതികളോ
ലോകത്ത് നടക്കാത്ത കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഖ്തുലൂ ശൈഖൻ ഫാനിയാ, ഒരിക്കലും വൃദ്ധരെ നിങ്ങൾ അറുകൊല നടത്തരുതേ യുദ്ധഭൂമികയിൽ വെച്ച്. വലാ സഗീറൻ, ചെറിയ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. വലംറഅതൻ, സ്ത്രീകളെ നിങ്ങൾ കൊല്ലരുത്. വലാ തഅകിറുൻ നഖ്ലാ, കൃഷികളെ നിങ്ങൾ നശിപ്പിക്കരുത്. വലാ തഹരികൂ, അതിനെ നിങ്ങൾ കത്തിച്ച് കളയരുത്. എന്തൊരു മനോഹരമായ ചില പ്രഖ്യാപനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബി നടത്തുന്നത്. അത് വിശദീകരിക്കുന്നില്ല. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا. ഖുർആൻ പറയുന്നു, ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ അങ്ങോട്ടും യുദ്ധം ചെയ്യൂ സഹാബ. വലാ തഅതദൂ, അനീതി കാണിക്കരുത്. ഒരിക്കലും തന്നെ അനീതിയോടുകൂടി പെരുമാറരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അനീതി കാണിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലെത്തിയപ്പോ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരോടും ജൂതന്മാരോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കരാർ ഉണ്ടാക്കുകയുണ്ടായി. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന, മദീനയുടെ ഭരണഘടന എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന, ലോകത്തെ എഴുതപ്പെട്ട the first written constitution in the world എന്ന് ചരിത്രം പേരിട്ട് വിളിച്ച, ലോകത്തെ എഴുതിയ ആദ്യത്തെ ഭരണഘടന എന്ന് വിളിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുത്ത ഒരു ഭരണഘടനയുണ്ട്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി എഴുതുന്നത് എന്താ? യഹൂദി ദീനഹും വൽ മുസ്ലിമീന ദീനഹും. യഹൂദികൾക്കും നസാറാക്കൾക്കും അവരുടെ മതമുണ്ട്, അവരുടെ മതം അനുസരിച്ച് അവർക്ക് ജീവിക്കാം. ഞങ്ങളാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് വിചാരിച്ച് നിങ്ങൾ വേദനപ്പെടണ്ട, നിങ്ങൾ ഒരിക്കലും തന്നെ ആശങ്കപ്പെടണ്ട. മുസ്ലിങ്ങൾക്ക് അവരുടെ ദീനുണ്ട്. ദീനിൽ ഒരിക്കലും ബലാത്കാരമില്ല. ഈ ആയത്ത് ഇറങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണേ. മദീന ചാർട്ടറിനെ കുറിച്ച് നമ്മളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് നടത്തി നോക്കൂ. ഇന്നും ലോകത്തിന് പിന്തുടരാൻ പറ്റുന്ന ഒരു രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് വളരെ കരുതലോടുകൂടെ അവർക്ക് നിയമങ്ങൾ പണിതു നൽകി. നിങ്ങളും ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ലോകത്തെ അതുല്യനായ, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആര് എന്നൊന്ന് നമ്മൾ ഗൂഗിൾ നിമിഷം നടത്തിയാൽ അത് മുഹമ്മദ് മുസ്തഫയാണെന്ന് വെറുതെ പറയുകയല്ല. അതൊക്കെ അത്തരത്തിൽ ചരിത്രകാരന്മാർ പഠിച്ച് നിലപാടെടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഈ മതത്തിന്റെ അനുയായികളാകാൻ നമുക്കൊക്കെ സാധിച്ചതിൽ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുക. ഈ വെളിച്ചം അല്ലാഹു മരണം വരെ നമ്മളിലേക്ക് നിലനിർത്തി അല്ലാഹു നൽകുമാറാവട്ടെ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇത് എപ്പോഴാണ് ഇറങ്ങുന്നത്? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും തന്നെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരലില്ല എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്? എപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്? നസലത്ത് ഫീ റജുലിൻ മിനൽ അൻസാർ, മദീനയിലുള്ള അൻസാറിൽപ്പെട്ട ഒരാളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ഒരു സഹാബി വര്യന്റെ വിഷയത്തിൽ. കാന ലഹു ഇബ്നാനി നസ്റാനിയാൻ, ക്രൈസ്തവരായ രണ്ട് മക്കളുണ്ടായിരുന്നു. വിശ്വാസിയായ സഹാബിയായ ഈ മനുഷ്യൻ, മക്കളായ ക്രൈസ്തവർ. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികെ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, നബിയേ ഞാൻ അവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരട്ടെ, അവർ എന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നില്ല, ഞാൻ നിർബന്ധപൂർവം അവരെ കൊണ്ടുവരട്ടെ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ ലോകത്ത് സമാനതകളില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ വന്ന ആശയം ആയത്തായി വന്നു. ലാ ഇക്റാഹ ഫിദ്ദീൻ.
അവരവരുടെ നിലപാടുമായി പോയിക്കോട്ടെ, നീ ഒരിക്കലും അവരെ നിർബന്ധിക്കണ്ട എന്ന് ഖുർആനിന്റെ ആയത്തിറങ്ങാൻ നിമിത്തമായി തീർന്നത് അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഒരു ഭാര്യ ഇസ്ലാമായിട്ടുണ്ടായിരുന്നില്ല. അവർ സ്വതന്ത്രയായിട്ട് അവർ മറ്റുള്ള മതം സ്വീകരിച്ച് അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. വേണമെങ്കിൽ അവരെയും പിടിച്ച് കൊലപാതകം നടത്തിക്കൂടെ? കാരണം അവിടെ ഇസ്ലാമിക ഭരണ സംവിധാനമല്ലേ. മാത്രവുമല്ല, ഒരിക്കൽ മഹദിയായ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അവരുടെ മാതാവാണ് അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചിട്ടില്ല എന്ന കാരണത്താൽ, അവർ സ്വന്തമായ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നത് കാരണത്താൽ ഒരിക്കലും തന്നെ അവരെ മാറ്റി നിർത്തിയില്ല. ഉമ്മു സലമയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി ചോദിക്കുന്നുണ്ട്, നബിയേ, എന്റെ ഉമ്മ വിശ്വാസിയല്ല, ഞാൻ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നതിന് വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. പരിശുദ്ധമായ ദീനിനെ തൊട്ട് നിങ്ങളോ തടയാത്ത ആളുകൾ, നിങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്താത്ത ആളുകൾ, നിങ്ങൾ വിശ്വാസികളായി എന്ന കാരണത്താൽ നാട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടിയോടിക്കാത്ത ആളുകൾ, അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുന്നതിന് ഖുർആനെതിരല്ല, അല്ലാഹുവിന്റെ ദീനെതിരല്ല. വതുഖ്സിതൂ ഇലൈഹിം, നിങ്ങൾ അവരോട് നീതിയോടുകൂടെ വർത്തിക്കണേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ ആയത്ത് ഇറങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഇസ്ലാമിലേക്ക് വരാത്ത ഭാര്യയെ സ്വന്തം മകൾ വീട്ടിൽ സൽക്കരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഫത്വ ചോദിച്ചപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇതാണ് ദീൻ. ഈ ദീനിന്റെ സൗന്ദര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചത്. ഇത് കേവലം പ്രഭാഷണം നടത്തി നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, അതുപോലെ അടിമകൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, ഇങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന